ഓം ശരവണ ഭവ. എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് വൈകാശി വിശാഖത്തെക്കുറിച്ചുള്ളതാണ്. വൈകാശി വിശാഖം വരുന്നത് 2025 ജൂൺ 9 തിങ്കളാഴ്ചയാണ്. ഇത്ര നേരത്തെ വീഡിയോ ഇടുന്നതിൻ്റെ കാരണം നമ്മൾ സ്കന്ദഷഷ്ടി കവചം വ്രതമെടുക്കാറുണ്ട്, തൈപ്പൂയ വ്രതമെടുക്കാറുണ്ട്. അതുപോലെ തന്നെ ഭഗവാന് വളരെയധികം പ്രിയപ്പെട്ട ഒന്നാണ് ഈ ഒരു വൈകാശി വിശാഖ നാളെന്ന് പറയുന്നത്. അന്നത്തെ ദിവസം ഭഗവാനെ വ്രതമെടുത്ത് പ്രാർത്ഥിച്ചാൽ നമ്മുടെ എന്ത് രീതിയിലുള്ള പ്രശ്നങ്ങളാണെങ്കിലും ഭഗവാൻ അത് മാറ്റിത്തരും. അപ്പോൾ അതുകൊണ്ട് തന്നെ 11 ദിവസം 6 ദിവസമൊക്കെ വ്രതമെടുത്ത് പ്രാർത്ഥിക്കുന്നവർക്ക് വേണ്ടിയിട്ടും വൈകാശി വിശാഖത്തിൻ്റെ അന്ന് നമ്മൾ ചെയ്യേണ്ടുന്ന ചില ചെറിയ ഇതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ ആ വ്രതം എടുക്കേണ്ട ഡേറ്റൊക്കെ നിങ്ങളുമായിട്ട് നേരത്തെ പങ്കുവെക്കാമെന്ന് കരുതി. അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് പോകാം. അതിനു മുൻപ് ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത്. വൈകാശി വിശാഖം എന്ന് പറയുന്നത് ഭഗവാൻ മുരുകന് വളരെയധികം പ്രിയപ്പെട്ട ദിവസമാണ്. മുരുക ഭഗവാനോടൊപ്പം തന്നെ ദുർഗാദേവിക്കും അന്നത്തെ ദിവസം വളരെയധികം പ്രാധാന്യമർഹിക്കുന്നുണ്ട്. മുരുക ഭഗവാന്റെ നക്ഷത്രം വിശാഖം നക്ഷത്രമാണ്. അതുമാത്രവുമല്ല, വിശാഖൻ എന്നുള്ള പേരും ഭഗവാനുണ്ട്. വിശാഖം നക്ഷത്രത്തിൽ ജനിച്ചതായതുകൊണ്ട് തന്നെയാണ് വൈകാശി വിശാഖത്തെ നമ്മൾ ഇത്രമാത്രം പ്രാധാന്യത്തോടുകൂടി കാണുന്നത്. ഭഗവാനെ പ്രീതിപ്പെടുത്താൻ 11, 21, 48, 6 അല്ലെങ്കിൽ ഒരേയൊരു ദിവസമായ വൈകാശി വിശാഖത്തിൻ്റെ അന്ന് മാത്രമായിട്ടും നമുക്ക് ഭഗവാനെ വ്രതമെടുത്ത് പ്രാർത്ഥിക്കാവുന്നതാണ്. ഇപ്പം വ്രതമെടുക്കുന്ന 48 ദിവസത്തെയും 21 ദിവസത്തെയും ഒക്കെ കഴിഞ്ഞുപോയി. ഇനിയിപ്പോൾ ഉള്ളത് 6 ദിവസം അല്ലെങ്കിൽ 11 ദിവസം തുടർച്ചയായി നമ്മൾ ഭഗവാന് വ്രതമെടുക്കുക എന്നുള്ളതാണ്. 11 ദിവസം വ്രതമെടുക്കാൻ ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ മെയ് 30 തീയതി മുതൽ നിങ്ങൾക്ക് വ്രതം ആരംഭിക്കാവുന്നതാണ്. അതല്ല 6 ദിവസത്തെ വ്രതമാണെന്നുണ്ടെങ്കിൽ ജൂൺ 4 തീയതിയും ഒരേയൊരു ദിവസത്തെ വ്രതമെടുക്കാനാണ് നിങ്ങൾക്ക് പറ്റുന്നത് എന്നുണ്ടെങ്കിൽ ജൂൺ 9 വൈകാശി വിശാഖത്തിൻ്റെ അന്ന് മുതലും അന്നത്തെ ഒരു ദിവസം മാത്രമായിട്ടും നിങ്ങൾക്ക് വ്രതമെടുക്കാവുന്നതാണ്. വ്രതമെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം 6 ദിവസം 11 ദിവസമൊക്കെയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ നോൺ വെജ് കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കിക്കൊണ്ട് ഒരു നേരം അരിയാഹാരം കഴിച്ച് ബാക്കി 2 നേരം ഫ്രൂട്ട്സ് കഴിച്ചുകൊണ്ട് എടുക്കാൻ പറ്റുന്നവരാണ്. നിങ്ങളുടെ ശാരീരിക സ്ഥിതി അതിന് സമ്മതിക്കുമെങ്കിൽ മാത്രം അങ്ങനെ ചെയ്യാം. അങ്ങനെയല്ല എന്നുണ്ടെങ്കിൽ നോൺ വെജ് ഭക്ഷണങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് നിങ്ങൾക്ക് നോർമലായിട്ടുള്ള ഭക്ഷണ രീതി വ്രതമെടുക്കാവുന്നതാണ്. ഇനി വൈകാശി വിശാഖത്തിൻ്റെ അന്ന് ജൂൺ 9 മാത്രമാണ് നിങ്ങൾ വ്രതമെടുക്കാൻ ആഗ്രഹിക്കുന്നത് എന്നുണ്ടെങ്കിൽ തലേ ദിവസമായ ഞായറാഴ്ച ഒരു നേരം അരിയാഹാരം കഴിച്ച് പിറ്റേ ദിവസം വൈകാശി വിശാഖത്തിൻ്റെ അന്ന് പൂർണ്ണമായി അരിയാഹാരങ്ങൾ ഒഴിവാക്കി ഇളനീര്, പാല്, ഫ്രൂട്ട്സ് ഇവ മാത്രം കഴിച്ചുകൊണ്ട് വ്രതമെടുക്കുന്നതാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ള രീതി. ഇനിയിപ്പം മെഡിസിൻസ് ഒക്കെ കഴിക്കുന്നവർ ആരോഗ്യസ്ഥിതി അനുവദിക്കാത്തവരാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു നേരം അരിയാഹാരം കഴിക്കാവുന്നതാണ്. അതിൽ തെറ്റുകളൊന്നും തന്നെ ഇല്ല. ഈ ഒരു വൈകാശി വിശാഖ വ്രതം എടുത്താൽ നമുക്ക് ലഭിക്കുന്ന ഫലങ്ങൾ എന്ന് പറയുന്നത്, ഇപ്പോൾ ഒരുപാട് പേര് ഡിവോഴ്സിനായിട്ടൊക്കെ ശ്രമിക്കുന്നവരുണ്ട്. അതായത് ഭർത്താവിന് ഭാര്യയെ വേണ്ട, ഭാര്യയ്ക്ക് ഭർത്താവിനെ വേണ്ട. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ പെട്ട് നിങ്ങൾ ഉഴലുന്നുണ്ട്, വിഷമിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഭഗവാനെ മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഈ വ്രതം എടുക്കാം. ഇനി അങ്ങനെയല്ല, ഭാര്യാഭർത്തൃ ബന്ധത്തിൽ വളരെയധികം മോശമായ രീതിയിലുള്ള അനുഭവങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നവരാണ്, അതെല്ലാം മാറി സന്തോഷത്തോടുകൂടി ഭാര്യയോടൊപ്പം അല്ലെങ്കിൽ ഭർത്താവിനോടൊപ്പം ജീവിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും ഈ ഒരു വ്രതം എടുക്കാവുന്നതാണ്. അതുമാത്രവുമല്ല, തൊഴിൽ, നമ്മൾ ചെയ്യുന്ന ബിസിനസ്സിലാണെങ്കിലും നമ്മൾ ചെയ്യുന്ന ജോലിയിലാണെങ്കിലും പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുണ്ട്, സ്വത്ത് തർക്കങ്ങൾ അനുഭവിക്കുന്നുണ്ട്. അതായത് കുടുംബത്തിൽ തന്നെ ജ്യേഷ്ഠ അനിയന്മാർ തമ്മിൽ അല്ലെങ്കിൽ സഹോദരിയും സഹോദരനും തമ്മിലൊക്കെ സ്വത്ത് തർക്കങ്ങൾ അനുഭവിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്കും ഇന്നത്തെ ദിവസം വ്രതമെടുത്ത് മുരുക ഭഗവാനെയും ദുർഗാദേവിയെയും പ്രാർത്ഥിക്കുന്നതും എല്ലാ രീതിയിലുമുള്ള ഐശ്വര്യങ്ങൾ ഉണ്ടാവാനായിട്ടുള്ള
കാരണമാകും. അപ്പം നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഇപ്പം ഈ 11 ദിവസം 6 ദിവസമൊക്കെ വ്രതം എടുക്കുന്നവർ എല്ലാ ദിവസവും സൂര്യോദയത്തിന് മുൻപ് ഉണർന്ന് കുളിച്ച് അന്ന് മുതൽ ജൂൺ 9 വൈകാശി വിശാഖം വരെ ഭഗവാന് മുൻപിൽ ഒരു നെയ് ദീപം കൊളുത്തി വെച്ച് ഭഗവാൻ എന്തെങ്കിലും ഒരു പൂക്കളും കൂടി സമർപ്പിച്ചതിന് ശേഷം ഞാൻ സ്കന്ദഗുരു കവചത്തിലെ ചൊല്ലേണ്ടുന്ന വരികൾ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ആ ഒരു വരികൾ അന്ന് മുതൽ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രാർത്ഥന ഭഗവാന്റെ പാദത്തിൽ സമർപ്പിച്ചുകൊണ്ട് ചൊല്ലാവുന്നതാണ്. അതിനോടൊപ്പം സ്കന്ദഷഷ്ഠി കവചം, വേൽമാറൽ, ഓം ശരവണ ഭവയൊക്കെ ജപിക്കാവുന്നതാണ്. പക്ഷേ സ്കന്ദഗുരു കവചം ജപിക്കുന്നതാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ളൊരു കാര്യമെന്ന് പറയുന്നത്. സ്കന്ദഗുരു കവചവും സ്കന്ദഷഷ്ഠി കവചവും രണ്ടും രണ്ടാണോ ഒന്നല്ലേ അങ്ങനെയുള്ള കുറേ സംശയങ്ങളുണ്ട്. സ്കന്ദഷഷ്ഠി കവചം എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിനെ നമ്മളെ കാക്കണമെന്ന് നമ്മൾ ഭഗവാൻ മുരുകനോട് അപേക്ഷിക്കുന്നതാണ് എന്ന് പറയുന്നത്. ഭഗവാൻ സ്കന്ദനെ തന്നെ നമ്മൾ ഗുരുവായി കണ്ടുകൊണ്ട് പ്രാർത്ഥിക്കുന്നതാണ്. അതായത് എപ്പോഴും നമ്മുടെ കൂടെ ഭഗവാന്റെ ആ ഒരു കടാക്ഷം ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് സ്കന്ദഗുരു കവചവും സ്കന്ദഷഷ്ഠി കവചവും തമ്മിലുള്ള ഒരു വ്യത്യാസം എന്ന് പറയുന്നത്. അപ്പം നമുക്ക് അന്നത്തെ ദിവസം ഇപ്പം ഞാൻ പറഞ്ഞു 11 ദിവസവും 6 ദിവസവും വ്രതമെടുക്കേണ്ടവർ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത്. ഇനി വൈകാശി വിശാഖത്തിൻ്റെ അന്ന് സൂര്യോദയത്തിന് മുൻപുണർന്ന് കുളിച്ച് രാവിലെയോ വൈകിട്ടോ, രാവിലെ പൂജ ചെയ്യുന്നതാണ് ഉത്തമമായിട്ടുള്ള കാര്യം. കാരണം അന്നത്തെ ദിവസം 3:30 വരെയേ വിശാഖം നക്ഷത്രമുള്ളൂ. പക്ഷേ വൈകിട്ട് പൂജ ചെയ്തതിൽ തെറ്റുകളൊന്നുമില്ല. എന്നാലും രാവിലെ ചെയ്യുന്നതാണ് ഉത്തമം. അല്ലെങ്കിൽ ഉച്ചയ്ക്ക് നിങ്ങൾക്ക് അഭിജിത്ത് മുഹൂർത്ത സമയമായ 12 മണിക്കും 1 മണിക്കും ഇടയ്ക്കുള്ള സമയത്തും ചെയ്യാം. നമ്മുടെ നിലവിളക്ക് 5 തിരിയിട്ട് നെയ്യൊഴിച്ച് കത്തിച്ചു വെച്ച് ഭഗവാന്റെ ഫോട്ടോ നന്നായിട്ട് തുടച്ച് മഞ്ഞൾ കുങ്കുമം പൊട്ടൊക്കെ വെച്ച് ഭഗവാനെ പൂക്കൾ, അരളിപ്പൂക്കളോ ചെമ്പരത്തിപ്പൂക്കളോ റോസാപ്പൂക്കളോ എന്ത് പൂക്കളാണോ കിട്ടുന്നത് ആ പൂക്കൾ കൊണ്ടൊക്കെ ഭഗവാനെയും നല്ല രീതിയിൽ അലങ്കരിച്ചതിന് ശേഷം ഭഗവാന്റെ മുൻപിലിരുന്ന് ഞാൻ പറയുന്ന സ്കന്ദഗുരു കവചം ആ വരികൾ നിങ്ങൾക്ക് എത്ര തവണ ചൊല്ലാൻ പറ്റുമോ അത്രയും തവണ ചൊല്ലുക. ഇനിയിപ്പോൾ സ്കന്ദഗുരു കവചം കംപ്ലീറ്റ് ആയിട്ട് സ്കന്ദഷഷ്ഠി കവചം പോലെ തന്നെ വലിയ മന്ത്രമാണ് ഈ ഒരു സ്കന്ദഗുരു കവചം എന്ന് പറയുന്നത്. അപ്പോൾ അത് മുഴുവനായിട്ട് നിങ്ങൾക്ക് ചൊല്ലാൻ പറ്റിയാൽ ഏറ്റവും നല്ലതാണ്. ഇല്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു സ്കന്ദഗുരു കവചത്തിലെ ഞാൻ ഈ പറയുന്ന വരികൾ 6, 11, 9 നിങ്ങളെ കൊണ്ട് എത്ര തവണ ചൊല്ലാൻ പറ്റുമോ അത്രയും തവണ നിങ്ങൾ ഭഗവാന്റെ മുൻപിലിരുന്ന് ചൊല്ലാം. അതിനോടൊപ്പിച്ച് സ്കന്ദഷഷ്ഠി കവചം, വേൽമാറൽ, ശരവണ ഭവയൊക്കെ ചൊല്ലാം. പക്ഷേ ഈ സ്കന്ദഗുരു കവചത്തിലെ ഈ വരികൾ ചൊല്ലാനായിട്ട് മറക്കരുത്. ഇത് ചൊല്ലിയതിന് ശേഷം ഭഗവാന് നിവേദ്യമായിട്ട് ശർക്കര പൊങ്കൽ, ഫ്രൂട്ട്സ്, തേന് അങ്ങനെ എന്താണോ നിങ്ങളെ കൊണ്ട് പറ്റുന്നത് അതൊക്കെ സമർപ്പിക്കുക. അതിനുശേഷം ചെയ്യേണ്ടത് ഒരു മഞ്ഞ കളറിലെ പേപ്പർ എടുക്കുക. A4 ഷീറ്റ് പേപ്പർ മഞ്ഞ കളർ തന്നെ വേണം. ഇനി മഞ്ഞ കളർ ഇല്ല എന്ന് പറയുന്നവർക്ക് വെള്ള കളറിലെ ഒരു പേപ്പർ എടുത്തിട്ട് അത് നന്നായിട്ട് മഞ്ഞൾ വെള്ളത്തിൽ മുക്കിയെടുത്താൽ മഞ്ഞ കളറിലെ പേപ്പർ ആവും. അതിൽ റെഡ് കളറിലെ ജെൽ പെൻ കൊണ്ട്, മാർക്കറിനെക്കാട്ടിലും ഏറ്റവും നല്ലത് ജെൽ പെന്നാണ്. കാരണം ജെൽ പെൻ എന്ന് പറയുമ്പോൾ ഒരു വൈബ്രൻ്റ് ആയിട്ടിരിക്കും. അതുകൊണ്ടാണ് റെഡ് കളർ ജെൽ പെൻ പറഞ്ഞത്. ഇനിയിപ്പോൾ ജെൽ പെൻ കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് റെഡ് കളർ മാർക്കർ എടുക്കാം. അതുകൊണ്ട് നിങ്ങളുടെ ആഗ്രഹങ്ങൾ എഴുതുക. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഓരോ തവണയും സ്കന്ദഗുരു കവചത്തിൽ ഈ വരികൾ ചൊല്ലിയതിന് ശേഷം നിങ്ങളുടെ ആഗ്രഹം റിപ്പീറ്റായിട്ട് എഴുതാം. അങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ 9 തവണയാണ് നിങ്ങൾ സ്കന്ദഗുരു കവചത്തിലെ ഞാൻ ഈ പറയുന്ന വരികൾ ചൊല്ലുന്നതെന്നുണ്ടെങ്കിൽ 9 തവണയും ചൊല്ലിയതിന് ശേഷം ഈ ആഗ്രഹങ്ങൾ എഴുതി ഭഗവാൻ ആ ഒരു പേപ്പർ മടക്കി സമർപ്പിക്കാവുന്നതാണ്. ആഗ്രഹശേഷം അത് മുരുക ഭഗവാന്റെ ക്ഷേത്രത്തിലെ ഭണ്ഡാരത്തിൽ കൊണ്ടുപോയി ഇട്ടാൽ മതിയാകും. അന്നത്തെ ദിവസം മറക്കാതെ ക്ഷേത്ര ദർശനവും നടത്തണം. ക്ഷേത്ര ദർശനം നടത്തുമ്പോൾ ഞാൻ പറഞ്ഞു ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻഷിപ്പ് നന്നായി പോവാൻ, ഡിവോഴ്സിലൊക്കെ നിൽക്കുന്നവർ അതിൽ നിന്നൊക്കെ മാറി വീണ്ടും തിരിച്ചൊന്നിച്ചൊരു ജീവിതം നയിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ ഭഗവാന്റെ ക്ഷേത്രത്തിൽ പോയി ഭഗവാന് മുൻപിൽ 6 ദീപം കൊളുത്തി വെളുത്ത പട്ടും മുല്ലപ്പൂക്കളും കൂടി സമർപ്പിച്ച് പ്രാർത്ഥിക്കാവുന്നതാണ്. ഇനിയും നിങ്ങൾ താമസിക്കുന്ന ഇടത്ത് നിങ്ങൾക്ക് ഈ പറയുന്നത് പോലെ മുരുകൻ്റെ അമ്പലം ഇല്ല എന്നാണെന്നുണ്ടെങ്കിൽ വീട്ടിൽ 6 ദീപം കൊളുത്തി വെള്ളപ്പട്ടും മുല്ലപ്പൂവും സമർപ്പിക്കാവുന്നതാണ്. ഇനി തൊഴിൽ പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ സ്വത്ത് തർക്കം അങ്ങനെയുള്ള കാര്യങ്ങളിൽ പെട്ട് ഉഴലുന്നവരാണ്, ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ദുർഗാദേവിയുടെ ക്ഷേത്രം, അതിലും ഏറ്റവും നല്ലത് മുരുക ഭഗവാൻ ഉള്ള ദുർഗാദേവി ക്ഷേത്രമാണ് നല്ലത്. അങ്ങനെ ഇല്ല എന്നുണ്ടെങ്കിൽ ദുർഗാദേവി മാത്രമുള്ള ക്ഷേത്രം മതി. അവിടെ പോയി ദേവിക്ക് മഞ്ഞപ്പട്ടും മഞ്ഞ കളറിലെ പൂക്കൾ, ചെമ്പകപ്പൂ ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും ഉത്തമം. ഇല്ല എന്നുണ്ടെങ്കിൽ മഞ്ഞ കളറിലെ പൂക്കളും സമർപ്പിച്ച്
21, 54, 108 നിങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നാരങ്ങ വാങ്ങി മാല കെട്ടി സമർപ്പിക്കണം. മാല കെട്ടി സമർപ്പിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം, റെഡിമെയ്ഡായിട്ട് കിട്ടുന്ന നാരങ്ങാമാല പറ്റില്ല. അതേപോലെ തന്നെ നമ്മൾ വീട്ടിൽ നിന്നും കെട്ടിക്കൊണ്ട് പോകരുത്. ഇതെല്ലാം വാങ്ങി അമ്പലത്തിൽ പോയി അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ച് ഓരോ നാരങ്ങയായിട്ട് കെട്ടി ദേവിക്ക് സമർപ്പിക്കുന്നതാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ള കാര്യമെന്ന് പറയുന്നത്. അപ്പം ഇതൊക്കെയാണ് നമ്മൾ അന്നത്തെ ദിവസം ക്ഷേത്രത്തിൽ ചെയ്യേണ്ടുന്ന കാര്യം. ഇത് വീട്ടിൽ ചെയ്താൽ ഫലം കിട്ടുമോ എന്ന് ചോദിച്ചാൽ, ആദ്യം പറഞ്ഞ ഭഗവാൻ 6 ദീപം കൊളുത്തി പട്ട് സമർപ്പിക്കുന്നത് വീട്ടിൽ ചെയ്തതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷേ രണ്ടാമത്തെ കാര്യം നമ്മൾ ക്ഷേത്രത്തിൽ തന്നെ ചെയ്യണം. ദുർഗാദേവിക്കുള്ളത് ആ കാര്യം ശ്രദ്ധിക്കേണ്ടതാണ്. ഇനിയിപ്പോൾ നമുക്ക് സ്കന്ദഗുരു കവചത്തിൽ ചൊല്ലേണ്ടുന്ന ആ വരികൾ ഏതാണ് എന്ന് നോക്കാം. ഞാൻ ആ വരികളും പറഞ്ഞ് അതിൻ്റെ അർത്ഥവും കൂടി നിങ്ങൾക്ക് പറഞ്ഞു തരാം. വേണ്ടുന്ന മന്ത്രം ഞാനിവിടെ സ്ക്രീനിൽ കാണിച്ചിട്ടുമുണ്ട്. നിങ്ങൾക്കിത് ചൊല്ലിയും കേൾപ്പിക്കാം. ഇതിൻ്റെ അർത്ഥമെന്ന് പറയുന്നത്, ഓരോ ദിക്കിലിരുന്നും ഭഗവാൻ നമ്മളെ സംരക്ഷിക്കുമ്പോൾ ഭഗവാൻ ഓരോ പേരുകളാണ്. അങ്ങനെ ഭഗവാന്റെ ഓരോ പേരുകൾ പറഞ്ഞാണ് നമ്മളിവിടെ ഭഗവാനെ സ്തുതിക്കുന്നത്. കിഴക്ക് ദിശയിലിരുന്ന് കൃപാകരൻ കാപ്പാற்றும், തെൻകിഴക്ക് ദിശയിലിരുന്ന് ധീരബന്ധോ കാപ്പാற்றும், തെക്കിലെന്നെ തിരുവരുളാൽ കാപ്പാற்றும், തെന്മേർക്കിലുമെന്നെ തിരൻവേലാൽ കാപ്പാற்றும், മേർക്കിലെന്നെ മാൽമരുകാ രക്ഷിപ്പായ്, വടമേർക്കിലുമെന്നെ മയിലോനെ രക്ഷിപ്പായ്, വടക്കിലെന്നെ കാപ്പാற்ற വന്നിടുവേൻ സദ്ഗുരുവായ്, വടകിഴക്കിൽ എനക്കാക മയിൽ മീതെ വരുവീരേൻ. കിഴക്ക് ദിശയിലിരുന്ന് കൃപാകരൻ കാപ്പാற்றும். കിഴക്ക് വശത്തായിട്ടിരുന്ന് കൃപാകരനായിട്ട് ഭഗവാൻ നമ്മളെ സംരക്ഷിക്കും. തെൻകിഴക്ക് ദിശയിലിരുന്ന് ധീരബന്ധോ കാപ്പാற்றும். ധീരനായിട്ടുള്ള ബന്ധൻ, ധീരബന്ധനായിട്ട് തെൻകിഴക്ക് ദിശയിലിരുന്ന് ഭഗവാൻ നമ്മളെ സംരക്ഷിക്കും. തെക്കിലെന്നെ തിരുവരുളാൽ കാപ്പാற்றும். തെക്ക് ഭാഗത്തിരുന്ന് ഭഗവാന്റെ ആ ഒരു തിരു അരുളുകൾ കൊണ്ട് ഭഗവാൻ നമ്മളെ സംരക്ഷിക്കും. തെന്മേർക്കിലുമെന്നെ തിരൽവേലാൽ കാപ്പാற்றும். തെന്മേർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെക്ക് പടിഞ്ഞാറ് ഭാഗത്തെയാണ് തെന്മേർക്കെന്ന് പറയുന്നത്. അപ്പം തെക്ക് പടിഞ്ഞാറ് ഭാഗത്തിരുന്ന് തിരൻവേല, ഭഗവാന്റെ ആ വേലുകൊണ്ട് നമ്മളെ സംരക്ഷിക്കും. മേർക്കിലെന്നെ മാൽമരുകാ രക്ഷിപ്പായ്, അതായത് മേർക്ക് പടിഞ്ഞാറ് ഭാഗത്തിരുന്ന് മാൽമരുകാ രക്ഷിപ്പായ്, വടമേർക്കിലുമെന്നെ മയിലോനെ രക്ഷിപ്പായ്, വടക്ക് പടിഞ്ഞാറ് ഭാഗത്തിരുന്ന് മയിൽ ഓനെ, മയിലുള്ള ഭഗവാനെ, മയിലിനെ വാഹനമാക്കിയ ഭഗവാനെ എന്നെ സംരക്ഷിക്കൂ. വടക്കിലെന്നെ കാപ്പാற்ற വന്നിടുവേൻ സദ്ഗുരുവായി, വടക്കു ഭാഗത്തിരുന്ന് സദ്ഗുരുവായി, അതായത് ജ്ഞാനത്തിൻ്റെ ഗുരുവായി തന്നെ നമ്മളെ സംരക്ഷിക്കാൻ ഭഗവാൻ വരും. വടകിഴക്കിൽ എനക്കാക മയിൽ മീതെ വരുവീരേൻ, വടക്ക് കിഴക്ക് ഭാഗത്ത് നമുക്കായി, എനിക്കായിട്ട് മയിലിൻ്റെ പുറത്തേറി ഭഗവാൻ എത്തിടും. ഇതാണ് ഈ വരികളുടെ അർത്ഥം. ഞാനിത് ടൈപ്പ് ചെയ്ത് ഫസ്റ്റ് കമൻ്റായിട്ട് പിന്നും കൂടെ ചെയ്തിരിക്കാം. കാരണം ചിലപ്പോൾ നിങ്ങൾക്ക് എഴുതിയത് മനസ്സിലായില്ലെങ്കിലോ, അതുകൊണ്ടാണ്. അപ്പം എല്ലാവരും ഇത് ചൊല്ലണം. ഇത് ചൊല്ലി നിങ്ങളുടെ ആഗ്രഹവും എഴുതി ഭഗവാന് സമർപ്പിക്കാൻ മറക്കരുത്. തീർച്ചയായിട്ടും വൈകാശി വിശാഖത്തിന് വ്രതമെടുത്ത് ഭഗവാനെ പ്രാർത്ഥിക്കുന്നത് ആരാണെങ്കിലും ഭഗവാൻ അവരുടെ പ്രാർത്ഥന കേട്ട് എല്ലാ രീതിയിലുമുള്ള അനുഗ്രഹങ്ങൾ അവർക്ക് നൽകുന്നതായിരിക്കും. എല്ലാവരെയും മുരുകൻ അനുഗ്രഹിക്കട്ടെ. ഓം ശരവണഭവ.